വാട്സപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ കാറിനകത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ കാറിൽ, എൻ്റെ കൂട്ടുകാരൻ്റെ കാറ്. എന്ത് പറയാനാടേ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. യഥാർത്ഥം എൻ്റെ ഒരു കൂട്ടുകാരനാണ് എന്നെ രാവിലെ വിളിച്ച് പറഞ്ഞത് എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. എനിക്കറിയാം ഈ മാസം കുറച്ച് ദിവസത്തിലാണെന്ന്, പക്ഷേ ആ ദിവസം ആയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ദിവസം നോക്കിയില്ല. ഒറ്റയടിക്ക് അവൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഓ ബർത്ത്ഡേ ആയോ. പക്ഷെ വിറ്റെന്ന് പറയാൻ ഞാൻ വീട്ടിലില്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ എൻ്റെ വീട്ടുകാരനെ പറഞ്ഞേനെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ. വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ രാത്രി വണ്ടി എടുത്തുകൊണ്ട് പോയി. കഴിഞ്ഞ 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരു ദിവസം 3 മണിക്കൂർ ഉറങ്ങി, ഒരു ദിവസം 5 മണിക്കൂർ ഉറങ്ങി. പിന്നെ ഇന്നലത്തെ വീഡിയോ കണ്ടു കാണാം, ഫുൾ ഒഴിച്ചിലായിരുന്നു, ഫുൾ ഡീപ്പ് ടിഷ്യൂ മസാജായിരുന്നു. അത് ഡ്രെയിനിങ് ആ മോനെ. അത് കാരണം എനിക്ക് ഞാൻ രാത്രി വണ്ടി എടുത്തിറങ്ങി പകുതി വഴിയൊക്കെ എത്തിയപ്പം പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നു. എനിക്ക് ഒടുക്കത്ത് ഉറക്കം. അപ്പം വണ്ടി സൈഡിൽ ഒതുക്കി ഞാൻ രാത്രി ഫുള്ളും റോഡിൻ്റെ സൈഡിൽ കിടന്നിറങ്ങിയതാണ്. അവിടെ തിരിച്ച് വരുന്ന വഴിയാണ് ഈ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ച് പറയുന്നത് ബർത്ത്ഡേ ആണെന്ന്. കൊള്ളാം. ഇപ്പം എന്തായാലും ബർത്ത്ഡേ ആണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ച് വർക്കുണ്ട് ടൗണിൽ, ഒരു ബാങ്കിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ. തൽക്കാലം രാവിലെ വിഷ് ചെയ്ത് അവന് നമ്മൾ ട്രീറ്റ് കൊടുക്കുകയാണ്. അവനും വിഷ് ചെയ്ത് പിന്നെ വേറൊരുത്തും കൂടി വിഷ് ചെയ്ത്. പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും എൻ്റെ ബർത്ത്ഡേ അങ്ങനെ അറിയത്തില്ല. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ നേരെ പറഞ്ഞിട്ടില്ല, അധികം ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല. പക്ഷേ എൻ്റെ അനിയനും ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ എനിക്ക് ആഘോഷിക്കാൻ താല്പര്യം. പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IT വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇല്ലടാ, എന്തുവാണ്, ഞാൻ IT വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ബർത്ത്ഡേ വരാൻ നേരത്ത് നമുക്ക് ഒരു ഫീലിംഗ് വരും. എന്ന് വെച്ചാൽ എനിക്ക് കുറേയൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, ഒന്നും ആയില്ല. അപ്പോൾ അങ്ങനൊന്നും ആദ്യ സമയത്ത് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നേരത്ത് പ്രായം കൂടി പോയിക്കൊണ്ടിരിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഒന്നും തൊട്ട് ആയില്ലെന്നോ സമയം പോയെന്നോ 1 വർഷം കഴിഞ്ഞെന്നുള്ളൊക്കെ ഫീൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാഞ്ഞത്. ഇറ്റ്സ് സോർട്ട് ഓഫ് എന്തോ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒന്നോട്ടും ആയിട്ടില്ല എന്നുള്ള ഒരു ഫീല്. അതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. ഇപ്പം കുഴപ്പമില്ല. അതിനൊരു ശീലമായതുകൊണ്ട് എനിക്ക് വലുതായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ വലിയൊരു ഗുംഫ്. പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ കാലിന് പോയാൽ, അപ്പോൾ അമ്മേൻ്റെ അടുത്തൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ എവിടെയെങ്കിലും. ഞാൻ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ബാങ്കിൽ നിന്ന് കാര്യം നടത്തിയിട്ട് വരാം. അതായിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്, അവനെ ട്രീറ്റ് കൊടുക്കണം. അങ്ങനെ ഫൈനലി കാര്യം കഴിഞ്ഞ് 1 മണിക്കൂർ പോസ്റ്റ് പറഞ്ഞു. ഇതെല്ലാവരും കൂടി വീട്ടിലോട്ട് വന്നു. ഇവർ എന്നെ ഇന്നലെ 12 മണിക്ക് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയില്ലായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. കേക്ക് കാണിക്കുക. അമ്മ ആൾക്കാരൊക്കെ വന്ന് അമ്മനെ തിരക്കുന്നു. അപ്പൊ ഞാൻ ആ ബാങ്കിന്റെ കാര്യം കഴിഞ്ഞ് നേരെ എന്താണ് ഒരു കാര്യത്തിന് വേണ്ടി പോയതാ. പിന്നെ ഒറ്റ ഡിഗ്രി ടൈമിന് വീട്ടിൽ വന്നപ്പോൾ ഇവന്മാരും എത്തി ഇവിടെ. ഞാൻ പ്രതീക്ഷിച്ചില്ല. അതായത് എനിക്കൊരു ഊഹം അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പറയാം, എനിക്കൊരു ചെറിയൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും വന്നിരിക്കുകയാണ്. അച്ഛനും വന്നിട്ടുണ്ട്, അമ്മനെ കൊണ്ടി വന്നിട്ടുണ്ട്. അതിപ്പോ ശീലമായി. അവര് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. അവന് ഞാൻ കേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാ, കഴിച്ചിട്ട് വരാം. ഡയറ്റ് നിനക്ക്? ഞാൻ അമ്മക്ക് ഓൾറെഡി കഴിക്കാൻ തന്നെയാണല്ലേ. ഫസ്റ്റ് തന്നെ കുറച്ച് കഴിക്കാൻ തന്നെയാണ്. അതൊക്കെ ഉള്ളു. ഷുഗർ പേഷ്യന്റ് അമ്മ. പിന്നെ ഇങ്ങോട്ട് കൈ കൊണ്ടുവരുക. ഉള്ളൊന്നും കഴിക്കണ്ട, കുറച്ച് മതിയല്ല? മതിയാ? ആരുമായിട്ട് റെസ്റ്റോറന്റിൽ പോയിട്ട് വരാം. അച്ഛൻ വരുന്ന? അച്ഛൻ കഴി. കൊള്ളാവാ? ടൈം മാറണം തോന്നുന്നു. ഇത്രയും പേര് വീട്ടിലെത്തി. എന്നുവെച്ചാൽ ഇവന്മാരെന്നെ ഇന്നലെ രാത്രി വിളിച്ചതാണ്. ആ സമയത്ത് എനിക്ക് ക്ലിക്ക് ആയില്ല. എന്നുവെച്ചാൽ എനിക്ക് ഓർമ്മയില്ലായിരുന്നു എൻ്റെ ബർത്ത്ഡേ ഇന്നാണെന്നുള്ളത്. അപ്പോൾ രാത്രി ഇവന്മാർ എന്തോ ഒരു കാര്യത്തിന് വിളിക്കുന്നു. ചാകരയാ, ചാകര മീനാ എന്തോ ഒക്കെ പറഞ്ഞ് വിളിക്കുന്നു. എന്തായാലും അതിലുള്ള ഒരു ഇതല്ലേ, അവനാണ് പറഞ്ഞെല്ലാം കുളമാക്കിയത്. അപ്പോൾ എനിക്ക് ക്ലിക്ക് ആകും ഇന്നത്തെ ബർത്ത്ഡേ ആണ്. അവൻ പറഞ്ഞില്ല എനിക്ക് ഇന്നത്തെ ബർത്ത്ഡേ ഓർമ്മ വരത്തില്ല. അപ്പോൾ ഇമാരെ കൊണ്ടുപോയി നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് കൊണ്ടുപോകാം, ഫുഡ് കഴിപ്പിക്കും. നമ്മൾ ഓരോന്നേരമായിട്ട് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 4 പേരുണ്ട്. പുറകിൽ നിന്ന് ഇനി 3 പേരും വരുന്നു. സെലക്ഷൻ ഈ പുള്ളിയുടെ. ഒരാളുടെ എണ്ണം മാറിയല്ലോ, 11 ആൾക്കാരായി. അവരവർ ഫുള്ള് കഴിക്കും അല്ലേ? കണ്ട ഫുള്ള് കഴിക്കും. കണ്ട ചിക്കൻ ഓർഡർ ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി. ചിക്കൻ സെലക്ട് ചെയ്ത ആൾ നോക്കുന്നത് ഇവിടെ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേറൊരു കടയിലോട്ട് കൂടി പോവുകയാണ് ആഹാരം കഴിക്കാൻ വേണ്ടി.
ഇവന്മാരൊന്നും വരുന്നില്ല പ്രോപ്പറായിട്ട്. പക്ഷെ നമ്മൾ തള്ളി വിടുവാണ് ഇവന്മാരുടെ വയറ് നിറച്ചിട്ട് പൊട്ടുന്ന രീതിയിലേ വീട്ടിൽ വിടാൻ പാടുള്ളൂ. എൻ്റെ ബർത്ത്ഡേ വല്ലപ്പോഴൊക്കെ വരുന്നതല്ലേ. ഇവിടെ ഇവന്മാരൊക്കെ റെഡി സെറ്റ് ആകുന്ന ഇവിടുന്ന് കുറച്ചൊരു 7-8 കിലോമീറ്റർ അങ്ങോട്ട് പോകാം. നമ്മൾ നമ്മുടെ യൂഷ്വൽ സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. അമ്മമാരൊക്കെ വരും. ഞാനും അഭിരാമൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അഭിരാമന് വണ്ണം വെക്കുന്നില്ലെന്നേ, അവിടുത്തെ ആഹാരം പോരാ. അതുകൊണ്ട് അമ്മമാരൊക്കെ വരുന്നതിന് മുമ്പേ അഭിരാമൻ നമുക്ക് സ്റ്റഫ് ചെയ്ത് തുടങ്ങാം. ഓർഡർ ചെയ്ത് വെച്ചേക്കാം, പിന്നെ അമ്മമാർ വരട്ടെ. അപ്പോൾ എല്ലാവരൊക്കെ വന്ന് കേട്ടോ, ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പ്ലേറ്റ് ഒക്കെ വന്ന്. ഞാൻ അവർക്ക് വേണ്ടിയാണ് ചീസ് ഫ്രൈസ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ചിക്കനും വന്നിട്ടുണ്ട്, അവിടെയും ചിക്കൻ വന്നിട്ടുണ്ട്. വെള്ളം മാത്രമേ വരാനുള്ളൂ ഇവർക്ക് വേണ്ടി. വേറെ എല്ലാം വേണം പറയൂ. ഇതിൻ്റെ ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ചിക്കൻ കഴിക്കാം. ഞാൻ ഓർഡർ ചെയ്യാതെ എനിക്ക് വേണ്ടി കേക്ക് ഉണ്ടെന്ന കക്ഷിയാണ്. എങ്ങനെ മനസ്സിലായി എൻ്റെ ബർത്ത്ഡേ ആണ്? അറിയില്ലോ. അതെ അതെ, ടേസ്റ്റ് ആണോ ടെസ്റ്റ് ചെയ്യട്ടെ. എന്ത് നടുക്കിരിക്കുന്നു? എങ്ങനെയുണ്ട്? കൊള്ളാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ? പയ്യനിലേക്ക് പോയി ടാക്സ് തരണേ. അവൻ ഫ്രീ ആയിട്ട് വന്നേ എൻ്റെ ബർത്ത്ഡേക്ക്. എനിക്കറിയില്ല അവൻ എങ്ങനെ മനസ്സിലായത് എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഞാനിക്കൊക്കെ പോലും പറഞ്ഞിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടിപ്പ് ബാക്കിയുള്ളവർക്ക് ഞാൻ അവരെല്ലാം വിളിച്ച് വരുത്തി. നാളെ അവർക്ക് വർക്കൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ വരുന്ന ക്രിക്കറ്റിന് സ്വന്തം ഇഷ്ടത്തിൽ കാണുന്നത് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇതിന് ഞാൻ ഉത്തരവാദിയല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. എല്ലാവരും റിവ്യൂ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ 2 മണി വെളുപ്പിനായപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തൊന്നും വിചാരിച്ചില്ല, പക്ഷേ സർപ്രൈസിംഗ്ലി വി എൻഡഡ് അപ്പ് സെലിബ്രേറ്റ്. കയ്യിൽ കാറൊക്കെ ഉണ്ടായിരുന്നു, എവിടെയൊക്കെ എന്തെങ്കിലും ചെയ്തതാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴും ഇറ്റ് വാസ് ക്വൈറ്റ് ഡീസൻറ്റ്, ഇറ്റ് വാസ് ക്വൈറ്റ് നൈസ് ആക്ച്വലി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.